ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിവിഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഡിവിഷൻ്റെ സൈനിനെ കുറിച്ച് പറയാം. ഡിവിഷൻ്റെ സൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു സൈന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഡിവിഷൻ ഓപ്പറേഷൻ്റെ സൈനാണ് ഇത്. ഓക്കെ, ഇത് കണ്ടാൽ അത് ഡിവിഷനാണ് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചില ഡിവിഷൻ ഓപ്പറേഷൻസ് ഒന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നത് ഇതാണ്. 8 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു വാട്ട്? 8 ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു വാട്ട്? ഇതിൻ്റെ ആൻസറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെയുള്ള 4 എന്ന നമ്പറിനെ ഏത് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇവിടെയുള്ള 8 എന്ന നമ്പർ കിട്ടുക എന്ന് നോക്കുക. എന്താണ് നോക്കേണ്ടത്? ഈ ഒരു 4നെ ഏത് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയുള്ള 8 കിട്ടും എന്ന് നോക്കുക. ഓക്കെ, 4നെ ഏത് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുക? നമുക്ക് 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാം അല്ലേ? നമുക്കറിയാം 4 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 8 ആണ്. 4 ഇൻറ്റു 2 8 ആണ് എന്ന് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു 2 ആയിരിക്കും. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? ഈ ഒരു 2 ആയിരിക്കും 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ. സോ 8 ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് എഴുതാം. 8 ബൈ 4 ഈസ് ഈക്വൽ ടു 2 ആണ്. എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിച്ചത് എന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്തതായി നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. 15 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു വാട്ട്? 15 ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു വാട്ട്? ഇതിൻ്റെ ആൻസറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം? ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ ആൻസർ കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ ഇവിടെയും കണ്ടുപിടിക്കണം. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നോക്കേണ്ടത് ഈ ഒരു 5നെ ഏത് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇവിടെയുള്ള 15 എന്ന നമ്പർ കിട്ടുക എന്ന് നോക്കണം. എന്താണ് നോക്കേണ്ടത്? 5നെ ഏത് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും എന്ന് നോക്കുക. പറഞ്ഞേ, 5നെ ഏത് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 15 കിട്ടുക? 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. സോ നമ്മൾ 1 മുതൽ 10 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, 5നെ ഏത് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 15 കിട്ടുക? 5 ഇൻറ്റു 3 ആണ് അല്ലേ? 5 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു എത്രയാണ്? 15 ആണ്. 5 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 15. അപ്പോൾ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയായിരിക്കും? ഇവിടെയുള്ള 3 ആയിരിക്കും ആൻസർ. 15 ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 3 ആണ്. ക്ലിയർ ആണല്ലോ. എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിച്ചത് എന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 18 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു വാട്ട്? 18 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു വാട്ട്? വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ? എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ള ഈ ഒരു 3 എന്ന നമ്പറിനെ ഏത് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇവിടെയുള്ള 18 കിട്ടുക എന്ന് നോക്കിയാൽ മതി. 3യെ ഏത് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 18 കിട്ടുക? 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് അറിയാം അല്ലേ? നമുക്കറിയാം 3 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു എത്രയാണ്? 3 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 18 ആണ്. 3യെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 18 കിട്ടുക. അങ്ങനെയാണെങ്കിൽ 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയായിരിക്കും? 6 ആയിരിക്കും ആൻസർ. 18 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 6 ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 30 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു വാട്ട്? 30 ഡിവൈഡ് ബൈ 6 ഈസ് ഈക്വൽ ടു വാട്ട്? എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെയുള്ള 6നെ ഏത് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്
ഈ ഒരു 30 കിട്ടുക എന്ന് നോക്കിയാൽ മതി അല്ലേ. 6നെ ഏത് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 30 കിട്ടുക? 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓർത്ത് നോക്കിയാൽ മതി. നമുക്കറിയാം 6 × 5 = എത്രയാണ്? 30 ആണ്. 6 × 5 = എത്രയാണ്? 30 ആണ് അല്ലേ. അപ്പോൾ 30യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയായിരിക്കും? 5 ആയിരിക്കും. 30 / 6 എത്രയാണ്? 5 ആണ്. 5 ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടുള്ള ചില ഡിവിഷൻ ഓപ്പറേഷൻസ് ആണ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാം.